ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാരണിനിരക്കുന്നു. ഭരണാധിപന്മാരെ കൂടി ആലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ചു മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അതു കേട്ടു ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്നവരോട് കോപത്തോടെ സംസാരിക്കും, രോഷത്തോടെ അവരെ സംഭീതരാക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചത്. അവിടുന്ന് അരുളിച്ചെയ്യും. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോടരുൾ ചെയ്തു, നീ എന്റെ പുത്രനാണ്. ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്കു ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പുതണ്ടുകൊണ്ടു നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, സൂക്ഷിച്ചു കൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിനു ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്നു കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വച്ചു നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ.